മുനമ്പം ജനതയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന ടീം ജനത്തെ അഭിനന്ദിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. മലയാള മാധ്യമരംഗത്ത് ജനം TV ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. മറ്റ് ചാനലുകൾ ഇപ്പോൾ ജനത്തിന് പിന്നാലെ ഓടുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം TVയുടെ കൈമനത്തെ പുതിയ സ്റ്റുഡിയോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വത്സൻ തില്ലങ്കേരി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ശക്തമായ രണ്ടാംഘട്ട പ്രതിഷേധത്തിന് ഹിന്ദു ഐക്യവേദി തുടക്കമിടുന്ന വേളയിലാണ് വത്സൻ തില്ലങ്കേരി തലസ്ഥാനത്തെത്തിയത്. ദേശീയത ശക്തമായി ഉയർത്തിപ്പിടിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്ന ടീം ജനത്തിന്റെ പുതിയ ആസ്ഥാനത്തേക്ക് വൈകിട്ടോടെയാണ് അദ്ദേഹം എത്തിയത്. ജനം TV CFO വിനോദ് B. നായർ, ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. എന്തായാലും വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ നേരത്തെയുള്ളൊന്ന് വ്യത്യസ്തമായിട്ട് ജനം TVയുടെ പുറകെ മറ്റു മാധ്യമങ്ങൾക്ക് വരേണ്ടി വരുന്നൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് മുനമ്പം സമരത്തിൽ ജനം TV നടത്തിയ വിജയകരമായ ഇടപെടൽ. ആ സമരത്തിൻ്റെ തുടക്കത്തിൽ മറ്റൊരു ചാനലും അതിനെ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. വാർത്താമാധ്യമങ്ങളൊന്നും അങ്ങോട്ട് വന്നിരുന്നില്ല. സംഘടിത വോട്ട് ബാങ്കിനൊക്കെ ഭയന്നുകൊണ്ട് അവർ ഭയന്ന് ഓടി ഒളിക്കുകയായിരുന്നു. ആ സമയത്താണ് ജനം TV ആ വിഷയത്തിൽ ഇടപെട്ട് കേരളീയ സമൂഹത്തിൻ്റെ, മലയാളി സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധയിലേക്ക് മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരിൻ്റെ കഥനമായ ആ കഥ അവതരിപ്പിച്ചത്. ഏറ്റവും അവസാനം അത് നീണ്ടുനിന്ന സമരം, ഉജ്ജ്വലമായ നിയമ പോരാട്ടങ്ങൾ, ഏറ്റവും അവസാനം അവർക്ക് അവരുടെ ഭൂമി അവരുടേതാണ് എന്ന് ഹൈക്കോടതിയുടെ അലംഘനീയമായ വിധി ഉണ്ടായിരിക്കുക. ആ വിധിക്കൊക്കെ പുറകിൽ ജനം TVയുടെ നിരന്തരമായ ഇടപെടലും പോരാട്ടവും ഉണ്ട്. തിരുവനന്തപുരം കൈമനത്ത് ആധുനിക സംവിധാനങ്ങളോടെയാണ് ജനം TVയുടെ പുതിയ ആസ്ഥാനം തയ്യാറാകുന്നത്. കെട്ടിലും മട്ടിലും ഏറെ പുതുമകളോടെയാണ് ടീം ജനം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. വളരെ അഭിമാനം തോന്നി. മലയാളത്തിലെ മുൻനിര ചാനലുകളോട് എന്തുകൊണ്ടും കിടപിടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അധുനാധുനമായ സാങ്കേതിക വിദ്യകളോടുകൂടി ജനം TV അതിൻ്റെ വിജയകരമായ പ്രയാണം വെച്ചടി വെച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച ഇന്നിവിടെ കാണാൻ സാധിച്ചു. സാങ്കേതിക വിദഗ്ധന്മാരുടെയും അതുപോലെ മുഖ്യധാര ചാനലുകളിലുള്ള അവതാരകന്മാരെയൊക്കെ വെല്ലുന്ന നിലയിലുള്ള മാധ്യമ പ്രവർത്തകന്മാരുടെയും എല്ലാം ഒരു കൂട്ടായ്മ, വളരെ നല്ല രീതിയിൽ ഒരു കുടുംബമായി ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.